പ്രീതികർ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. ഇന്ത്യ ചരിത്രത്തിലെ വൈസ്രോയിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ കാനിങ് പ്രഭുവിനെ കുറിച്ചും എൽജിൻ പ്രഭുവിനെ കുറിച്ചും പഠിച്ചു. ഇന്നേ ദിവസം തുടർന്ന് അടുത്ത ഭരണാധികാരിയിലേക്ക് നമ്മൾ പോവാണ്. സർ ജോൺ ലോറൻസ്. സർ ജോൺ ലോറൻസ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയെ സേവനം ചെയ്തത് 1864 മുതൽ 69 വരെ. 1864 മുതൽ 69 വരെയാണ് അദ്ദേഹം സേവനം ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി 1865 ഭൂട്ടാനുമായി യുദ്ധത്തിലേർപ്പെട്ടു. ഭൂട്ടാനുമായി യുദ്ധത്തിലേർപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് ഭരണാധികാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർ ജോൺ ലോറൻസ് ആണ്. 1865 ടെലഗ്രാഫ് സംവിധാനം യൂറോപ്പിലെ ഡയമണ്ട് ഹാർബറുമായി ബന്ധിപ്പിച്ചു. നമുക്കറിയാം, ടെലഗ്രാഫ് സംവിധാനം ആരംഭിച്ചത് ആരുടെ കാലഘട്ടത്തായിരുന്നു? ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ. ഡൽഹൌസിയുടെ കാലഘട്ടത്ത് ടെലഗ്രാഫ് സംവിധാനം ആരംഭിച്ചത് കൽക്കട്ട മുതൽ ആഗ്ര വരെയായിരുന്നു. ഏതൊട്ട് ഇതുവരെയാണ്? കൽക്കട്ട മുതൽ ആഗ്ര വരെ. ആ ടെലഗ്രാഫ് സംവിധാനം തപാൽ വകുപ്പിന്റെ കീഴിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2013 ടെലഗ്രാഫ് സംവിധാനം എന്ത് ചെയ്തു? അവസാനിപ്പിക്കുകയും ചെയ്തു അല്ലെ. ടെലഗ്രാം സംവിധാനം എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുത്, ഏത് വർഷമാണ് ആരംഭിക്കുക? 1851. നിർത്തലാക്കിയത് 2013 ആരംഭിച്ചത് 1851. ഇതോട്ട് ഇതുവരെ കൽക്കട്ട മുതൽ ആഗ്ര വരെ. കൽക്കട്ട മുതൽ ആഗ്ര വരെ 1851 ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിന് വേണ്ടി ഉപയോഗിച്ച ടെലഗ്രാം, ഈ ടെലഗ്രാഫ് സംവിധാനം യൂറോപ്പിലെ ഡയമണ്ട് ഹാർബറുമായി ബന്ധിപ്പിക്കുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1865. ആരുടെ കാലഘട്ടത്ത്? ജോൺ ലോറൻസിന്റെ കാലഘട്ടത്ത്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ പറയുന്നു 1866 ക്ഷാമ കമ്മീഷനെ നിയമിച്ചു. എവിടെ ഈ ക്ഷാമ കമ്മീഷനെ നിയമിക്കുന്നത്? സ്വാഭാവികമായിട്ട് നമ്മുടെ ബംഗാൾ പ്രവിശ്യയില്, കൃഷിക്ക് പ്രാധാന്യമുള്ള ബംഗാൾ പ്രവിശ്യയിലും സിന്ധ് പ്രവിശ്യയിലും ഒക്കെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് ക്ഷാമ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രാധാന്യമുണ്ട്. ഓക്കെ. ഒരുപാട് ക്ഷാമ കമ്മീഷൻ ഉണ്ട്. അതില് ഏറ്റവും ആദ്യത്തെ, അല്ലെങ്കിൽ സർ ജോൺ ലോറൻസിന്റെ കാലഘട്ടത്തിൽ നിയമിക്കപ്പെട്ട ക്ഷാമ കമ്മീഷനാണ് ഹെൻറി ക്യാമ്പൽ അധ്യക്ഷനായത്. അപ്പൊ PSC ചോദിക്കുമ്പോൾ ഇങ്ങനെയാ ചോദിക്കുക: ഹെൻറി ക്യാമ്പൽ അധ്യക്ഷനായ ക്ഷാമ കമ്മീഷനെ നിയമിച്ചത് ഏത് ബ്രിട്ടീഷ് ഭരണാധികാരി, ഏത് വർഷം? അപ്പൊ 1866 ക്ഷാമ കമ്മീഷനെ നിയമിച്ചു. ആ ക്ഷാമ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഹെൻറി ക്യാമ്പൽ ആണ്. തുടർന്ന് ആ ക്ഷാമ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് 1867 പഞ്ചാബിലെയും ഔദിലെയും കുടിയിരിപ്പ് നിയമം പാസാക്കി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടെനൻസി ആക്ട് എന്നാണ് പറയുക. പഞ്ചാബ് ആൻഡ് ഔദ് ടെനൻസി ആക്ട് പാസാക്കിയത് ആരുടെ കാലഘട്ടത്ത്? സർ ജോൺ ലോറൻസിന്റെ കാലഘട്ടത്ത്. അപ്പൊ 1866 ഹെൻറി ക്യാമ്പൽ അധ്യക്ഷനായി ക്ഷാമ കമ്മീഷനെ നിയമിക്കുന്നു. 1867 പഞ്ചാബിലെ കുടിയിരിപ്പ് നിയമവും ഔദിലെ കുടിയിരിപ്പ് നിയമവും പാസാക്കുന്നത് സർ ജോൺ ലോറൻസിന്റെ കാലഘട്ടത്താണ്. 1867 പാസാക്കിയ ഈ കുടിയിരിപ്പ് നിയമങ്ങൾ നടപ്പിലാക്കിയത്, അഥവാ പ്രാബല്യത്തിൽ വന്നത് 1868 ഇമ്പോർട്ടന്റ് ആണ്. കുടിയിരിപ്പ് നിയമം എന്ന് പറയുമ്പോൾ നമുക്ക് പരിചിതമാണ് അല്ലെ. 1865 പണ്ടാരപ്പാട്ട് വിളംബരത്തിലൂടെ 1867 ജന്മികുടിയാൻ നിയമം തിരുവിതാംകൂറിൽ പാസാക്കിയത് അല്ലെ. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട് വിളംബരം, അതായത് കൃഷി ചെയ്യുന്ന ഭൂമിയിൽ കുടിയാന് അധികാരം നൽകുന്നതായിരുന്നു തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട് വിളംബരം അല്ലെ. അതിന് സമാനം തന്നെയാണ് ഈ കുടിയിരിപ്പ് നിയമവും. കുടിയിരിപ്പ് നിയമം ആരാണോ കുടികിടപ്പ് അവകാശമുള്ള വ്യക്തി, അതായത് കർഷകനായിരിക്കും കുടികിടപ്പ് അവകാശമുള്ളത്, ആ വ്യക്തിക്ക് അധികാരം നൽകുന്നതായിരുന്നു, കൃഷിഭൂമിയില് കുടികിടപ്പ് അവകാശം നൽകുന്നതായിരുന്നു കുടിയിരിപ്പ് നിയമം. അപ്പൊ പഞ്ചാബിലെയും ഔദിലെയും കുടിയിരിപ്പ് നിയമങ്ങൾ പാസാക്കിയത് ആരുടെ കാലഘട്ടത്താണ്? സർ ജോൺ ലോറൻസിന്റെ കാലഘട്ടത്ത്. അത് പ്രാബല്യത്തിൽ വന്നത് 1868. നിയമം പാസാക്കിയാൽ ഉടനെ പ്രാബല്യത്തിൽ വന്നൂടെ? ഇല്ല. അതിന് ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനുണ്ടാവും, ചില സംവിധാനങ്ങൾ രൂപീകരിക്കാനുണ്ടാവും. അതുകൊണ്ട് നടപ്പിലാക്കിയതെന്നാണ് 1868. ചില സമയത്ത് ആ വർഷം തന്നെ നടപ്പിലാക്കാം. നമ്മൾ ഒരുപാട് നിയമങ്ങൾ പഠിക്കുന്നതാണ് അല്ലെ.
നിയമം പാസ്സാക്കുന്ന ഒരു വർഷമായിരിക്കും, പ്രാബല്യത്തിൽ വരുന്നത് മറ്റൊരു വർഷമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന ഒരു നിയമമാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പാസ്സാക്കിയത് 2005-ലും അത് പ്രാബല്യത്തിൽ വന്നത് 2006-ലുമാണ്. അതുപോലെ ഓക്കെ. അപ്പോൾ മറന്നു പോരുത്, ജോൺ ലോറൻസിന്റെ കാലഘട്ടം 1864 തൊട്ട് 1869 വരെ. 1865-ൽ ഭൂട്ടാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഭൂട്ടാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി ആര്? ജോൺ ലോറൻസ്. 1865-ൽ ടെലഗ്രാഫ് സംവിധാനം യൂറോപ്പിലെ ഡയമണ്ട് ഹാർബറുമായി ബന്ധിപ്പിച്ചു. ടെലഗ്രാഫ് സംവിധാനം തപാൽ വകുപ്പിന്റെ കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. 2013 വരെ പ്രവർത്തിച്ചിരുന്നു. നിലവിൽ ടെലഗ്രാഫ് സംവിധാനം ഇന്ത്യയിലില്ല. ടെലഗ്രാഫ് സംവിധാനം ആദ്യമായി ആരംഭിച്ചത് ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ 1851-ല് കൽക്കട്ട മുതൽ ആഗ്ര വരെയായിരുന്നു. യൂറോപ്പിലെ ഡയമണ്ട് ഹാർബറുമായി ബന്ധിപ്പിച്ചത് 1865-ൽ ജോൺ ലോറൻസിന്റെ കാലഘട്ടത്തിൽ. പ്രാധാന്യമുണ്ട്, മറക്കരുത്. 1866-ല് അദ്ദേഹം ഒരു ക്ഷാമ കമ്മീഷനെ നിയമിച്ചു. ക്ഷാമ കമ്മീഷന്റെ അധ്യക്ഷൻ ഹെൻറി ക്യാമ്പൽ ആയിരുന്നു. PSC ചോദിക്കുമ്പോൾ ഹെൻറി ക്യാമ്പൽ ക്ഷാമ കമ്മീഷനെ നിയമിച്ചത് ആരെന്നാണ് ചോദിക്കുക. ആരാ? ജോൺ ലോറൻസ്. 1867-ല് പഞ്ചാബിലെ കുടിയിരിപ്പ് നിയമവും ഔദിലെ കുടിയിരിപ്പ് നിയമവും പാസ്സാക്കിയത് സർ ജോൺ ലോറൻസ് ആണ്. അത് നടപ്പിലാക്കിയത് 1868-ല്. ഓക്കെ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യയിൽ ആദ്യമായി കുടിയിരിപ്പ് നിയമം പാസ്സാക്കിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പഞ്ചാബിൽ എന്ന് പറയേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ അത് കൽക്കട്ട എന്ന് പറയും. കൽക്കട്ടയല്ല കേട്ടോ. കൽക്കട്ടയിൽ കുടിയിരിപ്പ് നിയമം പാസ്സാക്കുന്ന ഡെഫറിൻ പ്രഭുവിന്റെ കാലഘട്ടത്താണ്. നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏത് പ്രവിശ്യയിലാണ് ഏത് പ്രദേശത്താണ് കുടിയിരിപ്പ് നിയമം പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ പഞ്ചാബിലാണ്. ഏത് വർഷം? 1867. ഓക്കെ. ബ്രിട്ടീഷ് പ്രവിശ്യയുടെ കീഴിൽ ആദ്യമായി കുടിയിരിപ്പ് നിയമം പാസ്സാക്കിയത് പഞ്ചാബിലാണ്, 1867 ജോൺ ലോറൻസിന്റെ കാലഘട്ടത്തിൽ. ഇനി അടുത്ത് പറയുന്നു, 1868-ൽ ജോൺ ലോറൻസ് സ്കോളർഷിപ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജോൺ ലോറൻസ് സ്കോളർഷിപ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യയില് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ജോൺ ലോറൻസ് സ്കോളർഷിപ്പ് പദ്ധതിക്ക് ആരംഭിച്ചത് ജോൺ ലോറൻസിന്റെ കാലഘട്ടത്തിൽ തന്നെ. 1868-ൽ ഇന്ത്യൻ ഫോറസ്റ്റ് വകുപ്പ് ആരംഭിച്ചു, അഥവാ ഇന്ത്യൻ വനവകുപ്പ് ആരംഭിച്ചത് ജോൺ ലോറൻസ്. ഇന്ത്യ ചരിത്രത്തിലാദ്യമായി വന്യജീവി സംരക്ഷണത്തിന് തുടക്കം കുറിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യ ചരിത്രത്തിലാദ്യമായി വന്യജീവി സംരക്ഷണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? അറിയാമോ? ഉത്തരം അശോക ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ ശിലാശാസനങ്ങളിൽ വന്യജീവി സംരക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി വനസംരക്ഷണത്തിന് വേണ്ടി വനവകുപ്പ് ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജോൺ ലോറൻസിന്റെ കാലഘട്ടത്ത് 1868. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിലെ വന്യജീവി സംരക്ഷണത്തെ കുറിച്ച് പരാമർശിക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ 48A എന്ന വകുപ്പാണ്, അല്ലെ? ജസ്റ്റ് സൂചിപ്പിച്ചതാണ് കേട്ടോ. അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി വനവകുപ്പ് ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജോൺ ലോറൻസ് ആണ്. എന്നാൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി വന്യജീവി സംരക്ഷണത്തിന് തുടക്കം കുറിച്ചത് ആര് എന്നാണ് ചോദ്യമെങ്കിൽ അശോക ചക്രവർത്തി എന്ന് പറയണം. 1868-ൽ തന്നെ പ്രവിശ്യാതല റെയിൽവേ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. പ്രവിശ്യാതല റെയിൽവേ സംവിധാനം, അതായത് ഓരോ പ്രവിശ്യകൾക്കും റെയിൽവേ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ സംവിധാനം ആരംഭിച്ചതെന്ന 1853 ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ. എന്നാൽ പ്രവിശ്യാതല റെയിൽവേ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് 1868-ൽ ജോൺ ലോറൻസിന്റെ കാലഘട്ടത്തിൽ. പഞ്ചാബ് ഭൂപ്രദേശം അല്ലെങ്കിൽ ഇന്നത്തെ സിന്ധ് ഭൂപ്രദേശത്ത് കാർഷിക മേഖലയിൽ വികാസം പ്രാപിക്കാൻ കാരണമായത് പഞ്ചാബിലെ കുടിയിരിപ്പ് നിയമമായിരുന്നു. ആ പഞ്ചാബിലെ കുടിയിരിപ്പ് നിയമം കാരണം പഞ്ചാബിലെ പ്രാദേശിക കർഷകർക്ക് അവർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിച്ചു. അവർക്ക് കൃഷി ചെയ്യാനുള്ള അവകാശം ലഭിച്ചു. കൃഷി ഭൂമിക്ക് മേൽ അവകാശം ലഭിച്ചു. അത് തന്നെ കാരണക്കാരനായതാരാ? ജോൺ ലോറൻസ് അല്ലേ? അതുകൊണ്ട് ജോൺ ലോറൻസിനെ പഞ്ചാബിന്റെ രക്ഷകൻ എന്നാണ് വിളിക്കുക. സേവിയർ ഓഫ് പഞ്ചാബ്. പഞ്ചാബിന്റെ രക്ഷകൻ എന്നറിയപ്പെടുന്നത്, സേവിയർ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ലോറൻസ് ആണ്. എന്തുകൊണ്ടാണ് അതിനെ വിളിക്കുക? 1867-ൽ പഞ്ചാബിലെ കുടിയിരിപ്പ് നിയമം പാസ്സാക്കുകയും പഞ്ചാബിലെ കുടികിടപ്പുകാർക്ക് അഥവാ കർഷകർക്ക് അർഹമായ ജീവിത നിലവാരം ഉയർത്തുവാൻ കാരണക്കാരനായി മാറുകയും ചെയ്തു എന്നതാണ്. ഇനി ഓർഗനൈസർ വൈസ്രോയി എന്നറിയപ്പെടുന്നതും ജോൺ ലോറൻസ് തന്നെ. എന്തുകൊണ്ട്? അദ്ദേഹം ചെയ്ത എല്ലാ പ്രവൃത്തികളും കൃത്യമായി പഠനം നടത്തിയതിന് ശേഷമാണ്. കൃത്യമായി പഠനം നടത്തി വരും വരായികളെ കുറിച്ച്
പൂർണ്ണമായി ചിന്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും തുടക്കം കുറിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടക്കം കുറിച്ച ഒരു കാര്യം പോലും പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിനോ ബ്രിട്ടീഷ് ഗവൺമെന്റിനോ മാറ്റം വരുത്തേണ്ടതായി വന്നിട്ടില്ല. കാരണം ചില വൈസ്രോയിമാര് അല്ലെങ്കിൽ ഗവർണർ ജനറൽമാർ തുടക്കം കുറിക്കുന്ന കാര്യങ്ങൾ പിന്നീട് അതിനെ മാറ്റിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ജോൺ ലോറൻസ് ചെയ്ത ഒരു കാര്യം പോലും പിന്നീട് പുനഃപരിശോധനയ്ക്ക് ഇടയായിട്ടില്ല. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുക, ഓർഗനൈസർ വൈസ്രോയി. അപ്പൊ ഓർഗനൈസർ വൈസ്രോയി എന്നറിയപ്പെടുന്നതും പഞ്ചാബിന്റെ രക്ഷകൻ എന്നറിയപ്പെടുന്നതും ആരാണ്? ജോൺ ലോറൻസ് ആണ്. പഞ്ചാബിന്റെ രക്ഷകൻ എന്ന് വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? പഞ്ചാബ് കുടിയിരിപ്പ് നിയമം പാസ്സാക്കിയത് വളരെ പ്രധാനമാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ജോൺ ലോറൻസ് പൂർണ്ണമായി കേട്ടോ. 2 സ്ലൈഡിലൂടെ നമ്മൾ ജോൺ ലോറൻസ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ സർ ജോൺ ലോറൻസ് കാലയളവ് 1864 മുതൽ 1869 വരെ. 1865 ഭൂട്ടാനുമായി യുദ്ധത്തിലേർപ്പെട്ടു. 1865 ടെലഗ്രാഫ് സംവിധാനം യൂറോപ്പിലെ ഡയമണ്ട് ഹാർബറുമായി ബന്ധിപ്പിച്ചു. 1866 ഒരു ക്ഷാമ കമ്മീഷനെ നിയമിച്ചു. ക്ഷാമ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഹെൻറി ക്യാമ്പൽ ആണ്. അത് പഠിച്ചുറപ്പിച്ച് വെക്കണം. ഹെൻറി ക്യാമ്പൽ ക്ഷാമ കമ്മീഷൻ 1866. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറെ ക്ഷാമ കമ്മീഷനും വർഷവും പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഹെൻറി ക്യാമ്പൽ ക്ഷാമ കമ്മീഷൻ എന്ന 1866. ആ ഹെൻറി ക്യാമ്പൽ ക്ഷാമ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1867 പഞ്ചാബിലെയും ഔദിലെയും കുടിയിരിപ്പ് നിയമങ്ങൾ പാസ്സാക്കിയത് 1867, പ്രാബല്യത്തിൽ വന്നത് 1868. 1868 സർ ജോൺ ലോറൻസ് സ്കോളർഷിപ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 1868 ഇന്ത്യൻ ഫോറസ്റ്റ് വകുപ്പിന് തുടക്കം കുറിച്ചു. ഇന്ത്യൻ വനവകുപ്പ് ആരംഭിച്ചു. അവിടെ സൂചിപ്പിക്കുന്നു, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി വന്യജീവി സംരക്ഷണത്തിന് തുടക്കം കുറിച്ചത് അശോക ചക്രവർത്തി. എന്നാൽ വന്യജീവി സംരക്ഷണത്തിന് വനവകുപ്പ് ആരംഭിച്ചത് ജോൺ ലോറൻസ്. 1868 പ്രവിശ്യാതല റെയിൽവേ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. പഞ്ചാബിന്റെ രക്ഷകൻ എന്നും ഓർഗനൈസർ വൈസ്രോയി എന്നും അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ജോൺ ലോറൻസ് തന്നെയാണ്. ഇനി അടുത്ത വൈസ്രോയിലേക്ക് നമ്മൾ പോകുന്നു. മായോ പ്രഭു അല്ലെങ്കിൽ മായോ പ്രഭു, ലോർഡ് മേയോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ലോർഡ് മായോ 1869 മുതൽ 1872 വരെ കേവലം 3 വർഷം മാത്രമാണ് മായോ പ്രഭു ഇന്ത്യയിൽ വൈസ്രോയായി സേവനം ചെയ്തത്. പക്ഷേ ഇന്ത്യയിലെ വിവിധ മേഖലകളില് സജീവ സാന്നിധ്യം അറിയിച്ച വ്യക്തിയായിരുന്നു മായോ പ്രഭു. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 2 കോളേജുകൾ ആരംഭിച്ചു മായോ പ്രഭുവിന്റെ നേതൃത്വത്തിൽ. ഒന്ന് രാജ്കോട്ടിലെ കത്തിയവാർ കോളേജ്. രാജ്കോട്ട് കോളേജ് എവിടെ ആരംഭിച്ചു? ഗുജറാത്തിലെ കത്തിയവാറിൽ ആരംഭിച്ചു. അത് കത്തിയവാർ കോളേജ് എന്നും അറിയപ്പെടുന്നു കേട്ടോ. 2 മയോ കോളേജ് ആരംഭിച്ചു രാജസ്ഥാനിലെ അജ്മീരിൽ. രാജ്കോട്ട് കോളേജ് ആരംഭിച്ചു ഗുജറാത്തിലെ കത്തിയവാറിൽ. 2 മയോ കോളേജ് ആരംഭിച്ചു രാജസ്ഥാനിലെ അജ്മീരിൽ. 2 കോളേജ് ആരംഭിച്ചു അല്ലെ. 2 സ്ഥലത്തുമാണ് ആരംഭിച്ചത്. ഒന്ന് കത്തിയവാർ, ഒരു സാധാരണ പ്രദേശം. 2 മയോ കോളേജ് എവിടെ ആരംഭിച്ചേ? അജ്മീരില്. അജ്മീർ എന്ന് പറയുന്നത് എന്താണടാ? രാജസ്ഥാനിലെ ഒരു സുഖവാസ കേന്ദ്രം കൂടെയാണ്. രാജസ്ഥാനിലെ ഒരു സുഖവാസ കേന്ദ്രം കൂടിയാണ് അജ്മീർ എന്ന് പറയുന്നത്. അപ്പൊ അജ്മീറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇന്ത്യയിലെ രാജകുടുംബാംഗങ്ങൾക്ക് ഒട്ടനവധി നാട്ടുരാജാക്കന്മാരുണ്ടല്ലേ. രാജകുടുംബാംഗങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു അജ്മീരിൽ മയോ കോളേജ് ആരംഭിക്കുക. രാജ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി. സാധാരണക്കാരായ ഏതൊരു വ്യക്തിക്കും പഠിക്കുന്നതിന് വേണ്ടി ഗുജറാത്തിലെ കത്തിയവാറിൽ എന്താരംഭിച്ചു? രാജ്കോട്ട് കോളേജ് ആരംഭിച്ചു. ഓക്കെ. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 2 കോളേജുകൾ ആരംഭിച്ചു. ഗുജറാത്തിലെ കത്തിയവാറിൽ രാജ്കോട്ട് കോളേജ്, അത് അറിയപ്പെടുന്നത് കത്തിയവാർ കോളേജ് എന്നാണ്. അത് ഏതൊരു വ്യക്തിക്കും അവിടെ പഠനത്തിന് വേണ്ടി എത്തിച്ചേരും. 2 മയോ കോളേജ് ആരംഭിച്ചു രാജസ്ഥാനിലെ അജ്മീരിൽ. രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമായിരുന്നു മയോ കോളേജിൽ പ്രവേശനം. അപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് മയോ പ്രഭുവിന്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ, രാജകുടുംബാംഗങ്ങൾക്ക് പഠിക്കുവാനും ഏതൊരു സാധാരണക്കാരന് പഠിക്കുവാനും അങ്ങനെ 2 കോളേജുകൾ ആരംഭിച്ചു. 1870 ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക വികേന്ദ്രീകരണത്തിന് തുടക്കം കുറിച്ചു. ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക വികേന്ദ്രീകരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? മയോ പ്രഭുവാണ്. വളരെ പ്രാധാന്യമുണ്ട്. എന്താണ് സാമ്പത്തിക വികേന്ദ്രീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുക? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഫിനാൻസ് ഡീസെൻട്രലൈസേഷൻ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക വികേന്ദ്രീകരണത്തിന് അഥവാ
ഫിനാൻസ് ഡീസെൻട്രലൈസേഷന് തുടക്കം കുറിച്ചത് മയോ പ്രൂഫാണ്. എക്കണോമിക്സിൽ ഉൾപ്പെടെ നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക വികേന്ദ്രീകരണത്തിന് തുടക്കം കുറിച്ചത് മയോ പ്രൂഫ്. അതായത് അതുവരെ നമുക്കറിയാം 1860 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചു. ആ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബജറ്റ് അവതരിപ്പിച്ചത് 1860 അതിന് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകാരം നൽകുന്നത് എപ്പോഴാ? 1869 ബജറ്റ് എന്ന് പറയുമ്പോൾ ഓരോ വകുപ്പുകൾക്കും വരവ് ചിലവുകൾ ഉണ്ടാവും. ആ ചിലവ് നിർവഹിക്കേണ്ടത് ആരാണ്? നിലവിലെ സാഹചര്യത്തിൽ ഓരോ വകുപ്പുകൾക്കും അനുവദിക്കുന്ന ഫണ്ട് ആ വകുപ്പ് തന്നെയാണ് വിനിയോഗിക്കുക. ശരിയല്ലേ? പക്ഷേ 1869 ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിച്ച ബജറ്റ് പ്രകാരം അതിന്റെ വിനിയോഗ അധികാരം ആരിൽ നിക്ഷിപ്തമായിരുന്നു? വൈസ്രോയി ആയ വ്യക്തിയിൽ നിക്ഷിപ്തമായിരുന്നു. അപ്പൊ മയോ പ്രഭു വന്നിട്ട് എന്ത് ചെയ്തു? അതിനൊരു മാറ്റം വരുത്തി. എന്തായാലും ഓരോ വകുപ്പുകളാണ് വരവ് ചിലവ് കണക്കുകൾ തയ്യാറാക്കുന്നത്. ആ വകുപ്പുകൾ തന്നെ എന്ത് ചെയ്തോട്ടെ? സാമ്പത്തിക വികേന്ദ്രീകരണം, അതായത് സമ്പത്ത് ചിലവഴിച്ചോട്ടെ. സാമ്പത്തിക വികേന്ദ്രീകരണം അഥവാ സമ്പത്ത് മയോ പ്രഭു അല്ലെങ്കിൽ വൈസ്രോയി എന്ന വ്യക്തി വിനിയോഗിക്കുന്നതിന് പകരം 1861 ഇന്ത്യൻ കൗൺസിൽ നിയമപ്രകാരം രൂപീകരിച്ച പോർട്ട്ഫോളിയോ സമ്പ്രദായം അഥവാ വകുപ്പ് തല ഭരണ സംവിധാനമുണ്ടല്ലോ, ആ വകുപ്പുകൾക്ക് ധനവിനിയോഗത്തിന് അനുമതി നൽകിയെന്നർത്ഥം. ആ വകുപ്പുകൾക്ക് ധനവിനിയോഗത്തിന് അംഗീകാരം നൽകി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഇമ്പോർട്ടന്റ് ആണ്. വകുപ്പ് തല ഭരണ സംവിധാനത്തിന് ആദ്യമായി തുടക്കം കുറിച്ചതാരാ? കാനിങ് പ്രഭു ആണ് 1858. അതിന് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകാരം നൽകിയത് 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ച്. അപ്പോൾ വകുപ്പ് വിഭജനം 1861 പ്രാബല്യത്തിൽ വന്നു. ശരിയാണ്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിക്കുന്നത് 1860 ആ ബജറ്റിന് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകാരം നൽകിയത് എപ്പോഴാ? 1869. 1869 ആരാ വൈസ്രോയി? മയോ പ്രഭു അല്ലെ? ആ മയോ പ്രഭു എന്ത് ചെയ്തു? അതുവരെ ധനം വിനിയോഗിക്കാനുള്ള അധികാരം വൈസ്രോയിക്കായിരുന്നു. അദ്ദേഹം 1870 ഈ പോർട്ട്ഫോളിയോ സമ്പ്രദായ പ്രകാരം രൂപീകരിച്ച വകുപ്പുകൾക്ക് ധനവിനിയോഗത്തിനുള്ള അനുമതി നൽകി. അതിനെയാണ് നമ്മൾ ഒറ്റവാക്കിൽ എന്തെന്ന് വിളിക്കുന്നത്? സാമ്പത്തിക വികേന്ദ്രീകരണം. ഓക്കെ. അപ്പൊ ബജറ്റിൽ പറയുന്ന ധനവിനിയോഗത്തിനുള്ള അധികാരം ഓരോ വകുപ്പുകൾക്കും അനുവദിക്കുന്നത് അഥവാ ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയത് ആരാണ്? മയോ പ്രഭുവാണ്. കണക്റ്റഡ് ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ? അതുകൊണ്ട് ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്നതില്ല, ഓരോ ക്ലാസ്സിലും പഠിക്കുന്നതിന്റെ തുടർച്ചയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. കണക്റ്റഡ് ആണ്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് ആധികാരികമായി ഏത് തരത്തിലുള്ള ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുക? എഴുതുവാനായിട്ട് കഴിയുക. ശരിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നിയില്ലേ? യെസ്, ആ സന്തോഷം തന്നെയാണ് നമ്മൾ മുന്നോട്ട് പഠിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, തുടർന്ന് പറയാം. യെസ്, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് പോവാം. മയോ പ്രഭുവിന്റെ കാലഘട്ടം 1869 മുതൽ 1872 വരെ. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര സംഭാവന നൽകുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 2 കോളേജുകൾ ആരംഭിച്ചു. ഒന്ന് ഗുജറാത്തെ കത്തിയവാറിലെ രാജ്കോട്ട് കോളേജ്, 2 രാജസ്ഥാൻ അജ്മീരിൽ മയോ കോളേജ്. ഇതിലെ മയോ കോളേജിൽ രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമായിരുന്നു പ്രവേശനം. 1870 ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കി. സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കാൻ കാരണം എന്താണ്? 1869 ബജറ്റ് അംഗീകരിച്ചതും 1861 ഇന്ത്യൻ കൗൺസിൽ നിയമപ്രകാരം പോർട്ട്ഫോളിയോ സമ്പ്രദായം അഥവാ വകുപ്പ് തല വിഭജനം പ്രാബല്യത്തിൽ വന്നതുകൊണ്ട്. ഓക്കെ. ഇനി അടുത്ത് പറയുന്നു 1870 സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ വകുപ്പിന് തുടക്കം കുറിച്ചു. സ്ഥിതി വിവര കണക്ക് പരിശോധിക്കുവാൻ. 1870 ഫിനാൻസ് ഡീസെൻട്രലൈസേഷൻ സാമ്പത്തിക വികേന്ദ്രീകരണം ആരംഭിച്ചു. അതോടൊപ്പം കൃത്യമായിട്ടുള്ള കണക്കുകൾ ശേഖരിക്കുവാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ വകുപ്പിന് തുടക്കം കുറിച്ചു. ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ വകുപ്പില്ലേ? യെസ്. അപ്പൊ മറക്കരുത്, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ വകുപ്പിന് തുടക്കം കുറിച്ചത് ആരാണ്? മയോ പ്രഭു ആണ് 1870. പൊതുമേഖലയിൽ റെയിൽവേ വകുപ്പിന് തുടക്കം കുറിച്ചു. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ അല്ല. പകുതിയിൽ കൂടുതൽ ഓഹരികൾ സർക്കാർ നിയന്ത്രണത്തിലാണെങ്കിൽ അത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വ്യാവസായിക പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുക. ശരിയല്ലേ? സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വ്യാവസായിക പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുക. കേരള സർക്കാരിന്റെ കീഴിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ശരിയാണ്. അപ്പൊ പൊതുമേഖലയിൽ റെയിൽവേ ആരംഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഉടമസ്ഥതയില്
വ്യാവസായിക പ്രാധാന്യം മുൻനിർത്തിക്കൊണ്ട് റെയിൽവേ ആരംഭിച്ചു എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ സംവിധാനം ആരംഭിച്ചതെന്നാ 1853 ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ. പ്രധാനമായും ചരക്ക് നീക്കത്തിന് വേണ്ടിയായിരുന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ചരക്ക് നീക്കത്തിന് വേണ്ടിയായിരുന്നു റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. 1868 ജോൺ ലോറൻസിന്റെ കാലഘട്ടത്ത് പ്രവിശ്യാതല റെയിൽവേ സംവിധാനം ആരംഭിച്ചു. അപ്പോഴും പ്രവിശ്യാതലത്തിലെ ഗവൺമെന്റ് ഉണ്ടല്ലോ, ആ ഗവൺമെന്റുകളുടെ ചരക്ക് നീക്കത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്താ പറയണേ? മയോ പ്രഭുവിന്റെ കാലഘട്ടത്ത് പൊതുമേഖലയിൽ റെയിൽവേ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ റെയിൽവേയെ വാണിജ്യവൽക്കരിച്ചു എന്നർത്ഥം. അതുവരെ സർക്കാർ സംവിധാനങ്ങൾക്ക് വേണ്ടി മാത്രമായി ഉപയോഗിച്ചിരുന്ന റെയിൽവേ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് സർക്കാരിന്റെ കീഴിലല്ലാത്ത ഏതൊരു മേഖലയ്ക്കും തുറന്നു കൊടുത്തു എന്നർത്ഥം. അതായത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തിക്ക് ചരക്ക് നീക്കം നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ബ്രിട്ടീഷുകാർ ആരംഭിച്ച റെയിൽവേ സംവിധാനം ഉപയോഗിക്കാം. അതിനുവേണ്ടി നിശ്ചിത ഫീസ് കൊടുക്കണം. പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാം, അതിനുവേണ്ടി ഫീസ് കൊടുക്കണം. ഓക്കെ, അതുവരെ ആര് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അപ്പോൾ പൊതുമേഖലയിൽ റെയിൽവേ വകുപ്പ് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്കും മറ്റ് വ്യാവസായിക സംരംഭകർക്കും എന്ത് ചെയ്തു? റെയിൽവേ ഉപയോഗിക്കാൻ അനുവദിച്ചു എന്നാണ് അർത്ഥമാക്കേണ്ടത്. മനസ്സിലായോ? പൊതുമേഖലയിൽ റെയിൽവേ എന്ന് പറഞ്ഞാൽ വ്യാവസായിക പ്രാധാന്യമുള്ള റെയിൽവേ. ഓക്കെ. 1872 ആദ്യത്തെ സെൻസസ് പൂർത്തിയാക്കി, ജനസംഖ്യ കണക്കെടുപ്പ് പൂർത്തിയാക്കി. 1872 ആദ്യത്തെ സെൻസസ് പൂർത്തിയാക്കി, അഥവാ ജനസംഖ്യ കണക്കെടുപ്പ് പൂർത്തിയാക്കി. അപ്പോൾ നിങ്ങളോട് പറയുന്നു, അത് 100% വിവരങ്ങൾ ചേർത്തിരുന്നോ? ഇല്ല. ആദ്യമായി ജനസംഖ്യ കണക്കെടുപ്പ് നടത്തി, അഥവാ സെൻസസ് നടപ്പിലാക്കിയെന്ന് നമ്മൾ പറയുന്നു. അത് 100% പൂർത്തീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ 100% ആധികാരികമായിരുന്നില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ആധികാരിക സെൻസസ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റെഗുലർ സെൻസസ് നടപ്പിലാക്കുന്നത് 1881 റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. ഇവിടെ നമ്മൾ പറയുന്ന ആദ്യ സെൻസസ് പൂർത്തിയാക്കി. ആധികാരിക സെൻസസ് അല്ലെങ്കിൽ റെഗുലർ സെൻസസ് പൂർത്തിയാക്കിയത് 1881 റിപ്പൺ പ്രഭുവാണെന്ന് ഓർമ്മിക്കുന്നു. ഓക്കെ, നമ്മൾ റിപ്പൺ പ്രഭു പോകുമ്പോൾ ഇത് വീണ്ടും അവിടെ പറയും, നിങ്ങൾ മനസ്സിലുണ്ടാവട്ടെ. ബ്രിട്ടീഷ് ഇന്ത്യ ആദ്യമായി സെൻസസ് ആരംഭിച്ചത് ആരാണ്? മയോ പ്രഭു ആണ്. ആദ്യത്തെ റെഗുലർ സെൻസസ് അഥവാ ആധികാരിക സെൻസസ് നടത്തിയത് റിപ്പൺ പ്രഭു. നിങ്ങൾ തിരുവിതാംകൂർ പഠിക്കുമ്പോൾ ഇതേപോലെ 2 വാക്കുകൾ അവിടെയും പഠിക്കാറുണ്ടല്ലേ? എങ്ങനെയാണ്? തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് ആരംഭിച്ചത് ആരാണ്? സ്വാതി തിരുനാളം. തിരുവിതാംകൂറിൽ ആദ്യമായി റെഗുലർ സെൻസസ് അഥവാ ആധികാരിക സെൻസസ് നടപ്പിലാക്കിയത് ആരാണ്? ആയില്യം തിരുനാളം. അതുപോലുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെയും പറയുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉദാഹരണം കൂടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 1872 ആദ്യം സെൻസസ് പൂർത്തിയാക്കിയത് മയോ പ്രഭു. 1872 കാർഷിക വാണിജ്യ വകുപ്പിന് തുടക്കം കുറിച്ചു. അതായത് കാർഷിക വകുപ്പും വാണിജ്യ വകുപ്പും കൂടെ ഏകീകരിച്ച് ഒറ്റ വകുപ്പാക്കി മാറ്റി. അതായത് കാർഷിക മേഖലയിലെ വിഭവങ്ങൾ കാർഷിക മേഖലയുടെ കീഴിൽ തന്നെ വിപണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ വിപണനം ചെയ്ത് എന്താ പ്രയോജനം? കർഷകരിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങി വിപണനം ചെയ്താൽ കർഷകർക്ക് അത്യാവശ്യം ലാഭം കിട്ടും. ശരിയല്ലേ? കർഷകർക്ക് അവരുടെ അധ്വാനത്തിന്റെ ഫലം കിട്ടും. നേരിട്ട് വിൽക്കുമ്പോൾ ജനങ്ങൾക്ക് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടും. അതിൽ നിന്ന് എന്തൊക്കെയാ ലാഭം? കർഷകർക്ക് അവന്റെ അധ്വാനത്തിന് കൃത്യമായ വിപണി മൂല്യം കിട്ടും. അതോടൊപ്പം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനായിട്ട് കഴിയും. അത് വില വർദ്ധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മുടെ നാണയത്തിന് കൃത്യമായ മൂല്യം കിട്ടും. പണപ്പെരുപ്പം കുറയുമെന്നർത്ഥം. പണപ്പെരുപ്പം കുറയും. പണപ്പെരുപ്പം കുറഞ്ഞാൽ എന്ത് ചെയ്യും? വിനിമയ മൂല്യം കൂടും. അല്ലെ? ഇപ്പോഴും എക്കണോമിക്സിലൊക്കെ നമ്മൾ പറയുന്ന അടിസ്ഥാനം അത് തന്നെയാണ്. അപ്പോൾ സാധനങ്ങൾക്ക് വില കൂടിയാൽ എന്ത് സംഭവിക്കും? നാണയത്തിന് മൂല്യം കുറയും. വില കുറഞ്ഞാൽ മൂല്യം കൂടുകയും ചെയ്യും. ശരിയല്ലേ? യെസ്. അപ്പോൾ കാർഷിക വാണിജ്യ വകുപ്പ് ആരംഭിച്ചു, കർഷകർക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി കർഷകരിൽ നിന്ന് സാധനം വാങ്ങിച്ച് ഇടനിലക്കാരൻ കൈവശം വയ്ക്കുകയും പൊതുജനങ്ങൾ വിൽക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് അവിടെ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കും. അത് കർഷകന് നഷ്ടമാണ്, പൊതുജനങ്ങൾക്ക് നഷ്ടമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കാർഷിക വാണിജ്യ വകുപ്പ് ആരംഭിച്ചത്, അഥവാ കാർഷിക വകുപ്പ് വാണിജ്യ വകുപ്പും ഏകീകരിക്കുന്നത്. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസാക്കി.
ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എപ്പോഴും ക്രിമിനൽ കുറ്റവിചാരണയുമായി ബന്ധപ്പെട്ടിരിക്കും. ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ വിചാരണയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് 1872 പറയുമ്പോൾ എന്തിന് സഹായകമായി എന്നവിടെ ഓർമ്മ വരണം? ക്രിമിനൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമത്തിന് സഹായകമായി എന്ന് പറയണം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കിയതെന്നാണ് 1862 ജനുവരി 1 ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയറിലൂടെ. ശരിയല്ലേ? ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ 1860 രൂപീകരിക്കുന്നത് മെക്കാളെ നിയമ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം. അത് പ്രാബല്യത്തിൽ വന്നതെന്ന 1862 ജനുവരി 1 അല്ലേ? 1862 ജനുവരി 1 അല്ലേ? അതെ. 1862 ജനുവരി 1 നിലവിൽ വന്ന ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ക്രിമിനൽ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഹാജരാക്കുക, തെളിവുകളുടെ ആധികാരികത തുടങ്ങിയ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കുക. അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ടും ഇന്ത്യൻ പീനൽ കോഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിലെ ക്രിമിനൽ കുറ്റവിചാരണ സഹായകമാകുന്നതിന് വേണ്ടി പാസ്സാക്കിയ നിയമമാണ് എന്ന കാര്യം ഓർമ്മിക്കാം. ഓക്കെ, 2023 വരെ ഭാരതീയ ന്യായ സംഹിത വരുന്നത് വരെയും ഇന്ത്യൻ എവിഡൻസ് ആക്ട് തന്നെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നത്. അത്രയും പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് ആരാ? മയോ പ്രഭു. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? 1870 സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ വകുപ്പ് ആരംഭിച്ചു. പൊതുമേഖലയിൽ റെയിൽവേ വകുപ്പ് ആരംഭിച്ചു. 1872 ആദ്യത്തെ സെൻസസ് പൂർത്തിയാക്കിയ മയോ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ 1872 കാർഷിക വാണിജ്യ വകുപ്പിന് തുടക്കം കുറിച്ചു. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കി. മയോ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ ജയിലുകൾ പരിഷ്കരിക്കുന്നതിന് തുടക്കം കുറിച്ചു. ജയിലുകൾ പരിഷ്കരിക്കുക എന്ന കാര്യത്തിന് തുടക്കം കുറിച്ചു. അതായത് ഇപ്പോഴുള്ള ജയിലിലെ സൗകര്യം കൂട്ടുക, ജയിലിൽ കൂടുതൽ അന്തേവാസികളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുക. അങ്ങനെ ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കുന്നവരെ നിരന്തരമായി അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തിരുന്നത് എവിടെയായിരുന്നു? നമ്മുടെ ആൻഡമാനിലായിരുന്നു. അപ്പൊ ആൻഡമാനില് കുറച്ച് വിസ്തൃതമായ ജയിൽ നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം ആരംഭിക്കുക. സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം ആരംഭിച്ചത് മയോ പ്രഭുവാണ് കേട്ടോ. ഈ സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്, സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം പൂർത്തിയായത് 1909 സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്നാണ് 1909. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം ആരംഭിച്ചത് മയോ പ്രഭുവാണ്. മയോ പ്രഭു സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം ആരംഭിക്കുകയും അക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? സെല്ലുലാർ ജയിൽ സന്ദർശിക്കുമായിരുന്നു. ആ സമയത്ത് അവിടെ ആരുണ്ട്? തടവുപുള്ളികളുണ്ട്. അത് കുറച്ചുകൂടെ വികസിതമാക്കുന്നതിന് വേണ്ടിയാണ് ആര് ശ്രമിച്ചത്? മയോ പ്രഭു. ഓക്കെ, അങ്ങനെ 1872 ഫെബ്രുവരി മാസം 8 സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം വിലയിരുത്തുവാനായിട്ട് സെല്ലുലാർ ജയിലിൽ എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ തടവുകാരനായ ഷേർ അലി എന്ന പത്താൻ സമുദായാംഗം, ആരെ കൊലപ്പെടുത്തി? നമ്മുടെ മയോ പ്രഭുവിനെ കൊലപ്പെടുത്തി. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? മയോ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി ആര്? മയോ പ്രഭു. ആരാണ് അദ്ദേഹത്തെ കൊന്നത്? സെല്ലുലാർ ജയിലിലെ തടവുപുള്ളിയായ അല്ലെങ്കിൽ ജയിൽ പുള്ളിയായ ഷേർ അലി എന്ന പത്താൻ സമുദായാംഗം. പത്താൻ സമുദായങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം, PSC ചോദിച്ചിട്ടുണ്ട്. ഏത് സമുദായാംഗമാണ് മയോ പ്രഭുവിനെ കൊലപ്പെടുത്തിയ ഷേർ അലി? ഫസ്റ്റ് ഓപ്ഷനില് മുസ്ലിം സമുദായാംഗം. PSC തന്ന ഓപ്ഷനാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ മുസ്ലിം സമുദായാംഗം, രണ്ടാമത്തെ ഓപ്ഷനിൽ സിഖ് സമുദായാംഗം, മൂന്നാമത്തെ ഓപ്ഷനില് നമ്മുടെ സ്വരാഷ്ട്ര സമുദായങ്ങൾ, നാലാമത്തെ ഓപ്ഷനിൽ പത്താൻ സമുദായങ്ങൾ. നമ്മുടെ മനസ്സിൽ ആദ്യം ഷേർ അലി എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മുസ്ലിം സമുദായത്തിലേക്ക് പോകാം. ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോ സ്വരാഷ്ട്ര മതവിശ്വാസിയാണെന്ന് വിചാരിക്കാം. അതുകൊണ്ട് ദയവായി ഓർത്തു വെക്കുക, പത്താൻ സമുദായാംഗമായ ഷേർ അലിയാണ് ആരെ കൊലപ്പെടുത്തുക? മയോ പ്രഭു. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയില് ജയിലുകൾ പരിഷ്കരിക്കുന്നതിന് തുടക്കം കുറിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മയോ പ്രഭു. അതിന്റെ ഭാഗമായി സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം ആരംഭിച്ചു. ആ സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നത് 1909 കേട്ടോ. ഈ സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനായിട്ട് സെല്ലുലാർ ജയിലിൽ 1872 ഫെബ്രുവരി 8 എത്തിച്ചേർന്നപ്പോൾ മയോ പ്രഭുവിനെ അവിടുത്തെ തടവുപുള്ളിയായ ഷേർ അലി എന്ത് ചെയ്തു? കൊലപ്പെടുത്തി. ഷേർ അലി ഏത് സമുദായമാണ്? പത്താൻ സമുദായമാണ്. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട
ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പേര് പറയണം? മയോ പ്രഭു. ബ്രിട്ടീഷ് വൈസ്രോയി ആണ് മയോ പ്രഭു. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്നാണ് ചോദ്യമെങ്കിലോ? നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ് പ്രഭു. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1805 അല്ലെ? 1805 1786 മുതൽ 1793 വരെയും കൂടാതെ 1805 ബംഗാളിന്റെ ഗവർണർ ജനറലായി സേവനം ചെയ്ത വ്യക്തിയാണ് ആര്? നമ്മുടെ കോൺവാലിസ് പ്രഭു. ആ കോൺവാലിസ് പ്രഭു മരണമടഞ്ഞപ്പോൾ ആക്ടിംഗ് ഗവർണർ ജനറലായ മാറിയ വ്യക്തിയാണ് ആര്? ജോർജ് ബെർലോ. ആ ജോർജ് ബെർലോയുടെ കാലഘട്ടത്താണ് നടക്കുക വെല്ലൂർ കലാപം നടക്കുക. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ജോർജ് ബെർലോ ആക്ടിംഗ് ഗവർണർ ജനറലായി മാറാൻ കാരണം എന്താണ്? ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് മരിച്ചുപോയി. അതുകൊണ്ടാണ് ആക്ടിംഗ് ഗവർണർ ജനറൽ ആയിട്ട് ആര് വരിക? ജോർജ് ബെർലോ. അപ്പോ ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആര് പേര് പറയണം? ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ആര് പേര് പറയണം? യെസ്, കോൺവാലിസ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ആദ്യ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് പേര് പറയണം? ബ്രിട്ടീഷ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആര് പേര് പറയണം? മയോ പ്രഭുവിന്റെ പേര് പറയണം. ഇതിനു മുമ്പ് 1857 ഒരുപാട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും സൈനിക മേധാവികളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ബ്രിട്ടീഷ് ഭരണാധികാരി അഥവാ ബ്രിട്ടീഷ് വൈസ്രോയി, കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഭരണാധികാരി അഥവാ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് ആര്? മയോ പ്രഭു എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ആ ചോദ്യം ഇതാണ്, നിങ്ങൾ ഉത്തരം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞ ആദ്യ ബ്രിട്ടീഷ് വ്യാപാരിയാണ്? ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞ ആദ്യ ബ്രിട്ടീഷ് വ്യാപാരി. നമ്മള് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യ ക്ലാസ്സിൽ പഠിച്ച ഒരു ടോപ്പിക്കാണ് ജോൺ മിൽഡൻ ഹാൾ അല്ലെ? ഓർമ്മ വന്നു, ജോൺ മിൽഡൻ ഹാൾ. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ മറന്നുപോയിരിക്കാം. മറന്നുപോയവർക്ക് ഓർമ്മപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞാനത് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞ ആദ്യ ബ്രിട്ടീഷ് വ്യാപാരി, ഇന്ത്യയിൽ സംസ്കരിച്ച ആദ്യ ബ്രിട്ടീഷ് വ്യാപാരി, ഇന്ത്യയിലെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ആദ്യ ബ്രിട്ടീഷ് വ്യാപാരി ആരാണ്? ജോൺ മിൽഡൻ ഹാൾ ആണ്. അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? യെസ്, ആഗ്രയാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആണല്ലോ? യെസ്. അപ്പോ അടുത്ത നമ്മൾ പറയുന്നു, നമ്മൾക്ക് മയോ പ്രഭു ഇവിടെ പൂർത്തീകരിച്ചു. മയോ പ്രഭു പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. മയോ പ്രഭുവിന്റെ കാലയളവ് 1869 മുതൽ 1872 വരെ. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 2 കോളേജുകൾ ആരംഭിച്ചു. ഗുജറാത്തിലെ കത്തിയവാറിൽ രാജ്കോട്ട് കോളേജ്, അവിടെ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിരുന്നു. 2 രാജസ്ഥാൻ അജ്മീരിൽ മയോ കോളേജ്, അവിടെ രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമായിരുന്നു പ്രവേശനം. 1870 ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക വികേന്ദ്രീകരണത്തിന് തുടക്കം കുറിച്ചു. 1870 സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ വകുപ്പിന് തുടക്കം കുറിച്ചു. പൊതുമേഖലയിൽ റെയിൽവേ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. അതായത് റെയിൽവേ സംവിധാനം എല്ലാവർക്കും ഉപയോഗിക്കാൻ അനുവദിച്ചു എന്നാണ്. 1872 ആദ്യത്തെ സെൻസസ് പൂർത്തിയാക്കി. 1872 കാർഷിക വാണിജ്യ വകുപ്പിന് തുടക്കം കുറിച്ചു. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസാക്കി. ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയറിന് സഹായകമാകുന്നതിന് വേണ്ടി, അഥവാ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സഹായമാകുന്നതിന് വേണ്ടി. ജയിലുകൾ പരിഷ്കരിക്കുന്നതിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? മയോ പ്രഭു ആയിരുന്നു. സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം ആരംഭിച്ചത് മയോ പ്രഭു ആണ്. എന്നാൽ സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടത് 1909. സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി 1872 ഫെബ്രുവരി മാസം 8-ാം തീയതി ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് പത്താൻ സമുദായമായ ഷേർ അലി എന്ന തടവുകാരൻ മയോ പ്രഭുവിനെ കൊല ചെയ്തു. അപ്പൊ ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? മയോ പ്രഭു. അപ്പൊ ഇന്ന് നമ്മൾ 2 പേരെ കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് സർ ജോൺ ലോറൻസ്, 2 മയോ പ്രഭു. പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്ത് അവസാനിച്ചാലോ? യെസ്. സർ ജോൺ ലോറൻസ് കാലയളവ് 1864 മുതൽ 69 വരെ. 1865 ഭൂട്ടാനുമായി യുദ്ധത്തിലേർപ്പെട്ടു. 1865 ടെലഗ്രാഫ് സംവിധാനം യൂറോപ്പിലെ ഡയമണ്ട് ഹാർബറുമായി ബന്ധിപ്പിച്ചു. ടെലഗ്രാഫ് സംവിധാനം ആരംഭിച്ചത് 1851 ഡൽഹൌസിയാണെന്ന് ഓർമ്മിക്കണം. 1866 ക്ഷാമ കമ്മീഷനെ നിയമിച്ചു. ആ ക്ഷാമ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഹെൻറി ക്യാമ്പൽ ആണ്. 1867 പഞ്ചാബ്, ഔദ് എന്നീ പ്രദേശങ്ങളിൽ കുടിയിരിപ്പ് നിയമങ്ങൾ പാസാക്കി. ആ പഞ്ചാബ്, ഔദ് കുടിയിരിപ്പ് നിയമങ്ങൾ നിലവിൽ വന്നത് അഥവാ നടപ്പിലാക്കപ്പെട്ടത്
1868 1868 ജോൺ ലോറൻസ് സ്കോളർഷിപ്പ് പദ്ധതിക്ക് അദ്ദേഹം തന്നെ തുടക്കം കുറിച്ചു. 1868 ഇന്ത്യൻ ഫോറസ്റ്റ് വകുപ്പ് അഥവാ വനവകുപ്പ് ആരംഭിച്ചു. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി വന്യജീവി സംരക്ഷണത്തിന് തുടക്കം കുറിച്ചത് അശോക് ചക്രവർത്തി. ഇന്ത്യയിൽ ആദ്യമായി വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി വനവകുപ്പ് ആരംഭിച്ചത് ജോൺ ലോറൻസ്. 1868 പ്രവിശ്യാതല റെയിൽവേ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. ജോൺ ലോറൻസിനെ പഞ്ചാബിന്റെ രക്ഷകനെന്നും ഓർഗനൈസർ വൈസ്രോയി എന്നുമാണ് വിശേഷിപ്പിക്കുക. മയോ പ്രഭു കാലയളവ് 1869 മുതൽ 1872 വരെ. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കോളേജുകൾ ആരംഭിച്ചു. ഒന്ന് ഗുജറാത്തിലെ കത്തിയവാറിൽ രാജ്കോട്ട് കോളേജ് എല്ലാ ജനങ്ങൾക്കും പ്രവേശനം അനുവദിച്ചു. 2 മയോ കോളേജ് രാജസ്ഥാനിലെ അജ്മീരിൽ രാജകുടുംബാംഗങ്ങൾക്ക് മാത്രം. 1870 ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക വികേന്ദ്രീകരണം ഫിനാൻസ് ഡീസെൻട്രലൈസേഷന് തുടക്കം കുറിച്ചു. 1870 സ്ഥിതി വിവര കണക്ക് അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ വകുപ്പിന് തുടക്കം കുറിച്ചു. പൊതുമേഖലയിൽ റെയിൽവേ വകുപ്പ് ആരംഭിച്ചു അഥവാ റെയിൽവേ സംവിധാനം എല്ലാവർക്കുമായി ഉപയോഗിക്കാൻ തുറന്നു കൊടുത്തു നടത്താം. 1872 ആദ്യത്തെ സെൻസസ് പൂർത്തിയാക്കി. 1872 കാർഷിക വാണിജ്യ വകുപ്പിന് തുടക്കം കുറിച്ചു. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസാക്കി. ജയിലുകൾ പരിഷ്കരിക്കുന്നതിന് തുടക്കം കുറിച്ച ആദ്യ വൈസ്രോയി എന്ന് പറയുന്നത് മയോ പ്രഭു ആണ്. സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം ആരംഭിച്ചതും മയോ പ്രഭു തന്നെ. സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടത് 1909 സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ 1872 ഫെബ്രുവരി 8 ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ എത്തിയപ്പോൾ മയോ പ്രഭുവിനെ അവിടുത്തെ തടവുപുള്ളിയായ ഷേർ അലി എന്ന 10 സമുദായാംഗം എന്ത് ചെയ്തു? കൊല ചെയ്തു. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മയോ പ്രഭു ആണ്. ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞ ആദ്യ ബ്രിട്ടീഷ് വ്യാപാരി ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആര് പേര് പറയും? പെട്ടെന്ന് പറഞ്ഞേ. ആരാണ് ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞ ആദ്യത്തെ ബ്രിട്ടീഷ് വ്യാപാരി? ബ്രിട്ടീഷ് വ്യാപാരി എന്ന് നമ്മൾ പറയത്തുള്ളൂ ജോൺ മിൽഡൻ ആണ് അല്ലെ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെമായി ബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു സ്വകാര്യ കച്ചവടക്കാരനായിരുന്നു ജോൺ മിൽഡൻ ആൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയൊന്നും അല്ല, ബ്രിട്ടീഷുകാരൻ എന്ന് മാത്രമേ പറയുള്ളൂ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനൊന്നും നമ്മൾ പറയില്ല. അപ്പൊ ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞ ആദ്യ ബ്രിട്ടീഷ് വ്യാപാരി ജോൺ മിൽഡൻ ആളാണ്. ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞ ആദ്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ കോൺവാലിസ് പ്രഭുവാണ്. ഓക്കെ അല്ലെ? കൃത്യമായി നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വരിക. ചെറിയൊരു ക്ലാസ് ആണ് അല്ലെ? ഇതിന്റെ തുടർച്ച എന്നോണം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള വൈസ്രോയിമാരിലേക്ക് എത്തിച്ചേരും. അടുത്ത ക്ലാസ്സിൽ കാണാം. മറക്കരുത്, ഇന്നത്തെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക, ക്യൂസ് കൃത്യമായി അറ്റൻഡ് ചെയ്യുക, പഠിച്ചുറപ്പിച്ച് മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് എത്തിച്ചേരുക. എങ്കിലും നമുക്ക് മനസ്സിലാകത്തുള്ളൂ, ഇല്ലെങ്കിൽ മൊത്തത്തിൽ മറന്നു പോകും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.